അപ്പം ബിഗ് ബോസ് സീസൺ 6 50 ദിവസം പിന്നിടുമ്പോൾ അതിന്റെ നിലവാര തകർച്ചയെ കുറിച്ചിട്ടാണ് കൂടുതലും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും. ഈ ഷോ 50 ദിവസം കഴിയുമ്പോഴും ആർക്കും ഈ പ്രേക്ഷകർ എന്ന നിലയിലേക്ക് നല്ലൊരു കണ്ടസ്റ്റന്റിനെ ഇനിയും കണ്ടെത്താനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഈ നന്നായി കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ. കാരണം സപ്പോർട്ട് ചെയ്താൽ പോലും അത് അർഹിക്കുന്ന പരിഗണന ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളത് നഗ്നമായ ഒരു സത്യം. ഇപ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ നടക്കുന്ന ഒരുപാട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ 50 ദിവസം പിന്നിടുമ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ കാണുന്ന ഷോയ്ക്ക് അങ്ങനെയല്ല, അതിന്റെ പിന്നിൽ നടക്കുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്നുള്ളത് ഇതുവരെ നമ്മൾ പോലും ചിന്തിക്കാത്ത സത്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് സീസൺ 6 ഇത്രയും നിലവാര തകർച്ചയിലേക്ക് പോകുന്നു? അതിനുള്ള കാരണം എന്താണ്? അങ്ങനെയുള്ള കണ്ടസ്റ്റന്റുകൾ ആരാണ്? അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് പോകുന്നത്? എന്താണ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ്? അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ഈ ഷോയെ നോക്കിക്കാണുന്നുണ്ട് അല്ലെ. കുടുംബ പ്രേക്ഷകർ എന്നാണ് കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ വോട്ടോട് കൂടിയിട്ടാണ് ഇത് നിലനിൽക്കുന്നത് എന്നൊക്കെയാണ് ഈ ബിഗ് ബോസും പറയുന്നത് ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നമ്മൾ ഇത് വെറുതെ ലാലേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് സ്ക്രിപ്റ്റ് കൊടുക്കുന്നു, ലാലേട്ടൻ പറയുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ വെറുതെ എന്തുകൊണ്ട് ലാലേട്ടൻ അത് പറഞ്ഞില്ല അല്ലെങ്കിൽ ഇത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ലാലേട്ടന് ശമ്പളം വാങ്ങുന്നു, അതിന് അവരെന്താണ് പറയുന്നത് അത് ചെയ്യുന്നു, പോകുന്നു, പുള്ളിയുടെ ഡ്യൂട്ടി തീർന്നു, അത്രയല്ലേ ഉള്ളൂ. സോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റന്റുകളെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നതിനേക്കാൾ ആ ഷോയിൽ കാണിക്കുന്ന നമ്മൾക്ക് ഏറ്റവും നന്മ തോന്നുന്ന അല്ലെങ്കിൽ അർഹതപ്പെട്ട കണ്ടസ്റ്റന്റിന് അതിനനുസരിച്ചിട്ടുള്ള അർഹത സീസണിലെ ടീമുകളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു ഖേദകരമായ ഒരു കാര്യമാണ് നമ്മളെല്ലാം കണ്ട് മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം ഏതൊക്കെയോ കണ്ടസ്റ്റന്റുകളെ വെച്ച് അവർ ഈ സീസൺ ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെയാണ് എല്ലാവരും പ്രതികരിക്കുന്നത്. പക്ഷെ അതിനെതിരെ കുരുപൊട്ടിക്കൊണ്ട് നമ്മളെ തിരിച്ച് ചീത്ത വിളിക്കാനും കുറെ പേരുണ്ട്. അത് വേറൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് സീസൺ 6 നിലവാര തകർച്ചയിലേക്ക് പോകുന്നു എന്നതിനെ കുറിച്ച്, നിലവാര തകർച്ചയാണ്, ഇതൊരു പുഴുത്തു നാറിയ ഷോയാണെന്ന് വരെ എക്സ് കണ്ടസ്റ്റന്റും ടൈറ്റിൽ വിന്നറുമായ വ്യക്തി പറഞ്ഞു കഴിഞ്ഞു. ഇത് മുഴുവൻ വൈറലാണ്. എന്നിട്ട് പോലും 50ാമത്തെ ദിനം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് ആ ഷോ അവര് ഈ എവിക്ഷൻ പ്രക്രിയയില് ഔട്ടായി പോകുന്ന ആളല്ലാതെ ആ ഇന്നാകുന്ന ആളുകളെ വീട്ടിലേക്ക് ഗാർഡൻ ഏരിയയിൽ കൊണ്ട് നിർത്തുന്നു. എന്നിട്ട് ഇന്നാകുന്ന ആളുകളെ എങ്ങനെയാണ് ആ വീട്ടിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്ന ഒരു രംഗം അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ ഇല്ലാത്ത ഒരു 50ാമത്തെ, അതായത് ഒരുപാട് നെഗറ്റീവുകൾ ഈ ഷോയ്ക്കുണ്ട്. സിബിൻ ഇറങ്ങിയതോടുകൂടി അത് ഏറെക്കുറെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവിലേക്കാണ് പോകുന്നത്. സോ വിമർശനങ്ങൾ ഒരുപാട് കൂടി. സോ അത് മേക്കപ്പ് ചെയ്യാനായിട്ട് അവർ എക്സ് കണ്ടസ്റ്റന്റുകളെ വെച്ചിട്ട് ഒരു ആശംസകളൊക്കെ അറിയിപ്പിച്ചു, അത് ഇട്ട് കാണിച്ചു. എന്നിട്ട് അവസാനം അതോടൊപ്പം തന്നെ അവരുടെ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഷോ ഓടിച്ചു കൊണ്ടുപോകുന്നത് അവരെ തന്നെ വീണ്ടും ഇതുവരെ അവരുടെ ആ ഒരു പേരിന്റെ ജാസ്മിൻ ഗബ്രി അവരുടെ ഒരു പേരിൽ ഇല്ലാത്തൊരു കാര്യം കൂടെ കാണിച്ച് തൃപ്തിയാക്കി. അവരുടെ ആ ലൈഫിൽ, ആ ബിഗ് ബോസ് വീട്ടിലെ ജീവിതത്തിൽ ഒരു പുള്ളിയുടെ പറയില്ലേ, അതുപോലെ ഇതുവരെ അവരൊരു മാലയിടൽ ചടങ്ങ് മാത്രമാണ് ഈ സീസണിൽ അവർ ഇതുവരെ ചെയ്യാത്തത്. അത് 50ാമത്തെ ദിവസമായപ്പോൾ ബിഗ് ബോസ് ആയിട്ട് അത് നടത്തി കൊടുത്തു എന്നുള്ളതാണ് ഹൈലൈറ്റ്. നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ജാസ്മിൻ നോമിനേഷനിലുണ്ട്. എല്ലാം ഈ പവർ ടീമുകാരെ കൊണ്ട് ഈ നോമിനേഷനിലുള്ളവരില് ആരൊക്കെ ഇന്നാകുന്നോ അവരെയൊക്കെ മാലയിടിച്ച് പാട്ടും മേളവും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് ആനയിച്ച് കൊണ്ടുപോകാൻ പറയുമ്പോൾ ലാസ്റ്റ് ആവുന്നത് അബിയും ജാസ്മിനുമാണ്. എല്ലാവർക്കും അറിയാം ജാസ്മിൻ എന്നും ഈ അടുത്ത കാലത്ത് ഔട്ടാക്കില്ല. ബിഗ് ബോസിന്റെ അമ്മായിയുടെ മോളോ ഇനി ആരൊക്കെ ആണല്ലോ, കുഞ്ഞമ്മയുടെ മോളൊക്കെ ആണല്ലോ ജാസ്മിൻ. സോ കപ്പ അവർക്ക് തന്നെയാണ്, അത് തീരുമാനിച്ചു. ഇനി അതിൽ എന്ത് തലകുത്തി മറിഞ്ഞിട്ട് നീതി, ന്യായം, മാനുഷിക പരിഗണന എന്നൊക്കെ പറഞ്ഞ് ഒരു കണ്ടസ്റ്റന്റിനെ നമ്മൾ കണ്ടെത്തിയാലും അവരത് കൊടുക്കില്ലായിരിക്കും. പിന്നെ നമ്മളത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് അവരുടെ ഒരു പെയർ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് അതിശയമാണ്. അപ്പോൾ ഈ ലോകത്ത് പല വിധത്തിലുള്ള ആളുകളുണ്ട്, ബഹുജനം പല വിധം എന്നുള്ളതല്ലേ. സോ അപ്പൊ ഇവിടെ രണ്ടുപേരുടെ പ്രണയത്തിൽ ഇവർ എല്ലാ ചേഷ്ടകളും കാണിച്ചു. അതിലൊന്നും നടക്കാത്തൊരു കാര്യം ഒരു മാലയിടൽ ചടങ്ങാണ്. ഈ സ്വയംവരം പോലെ എന്നൊക്കെ പറയില്ലേ, സംഗതി അത് മാത്രം ചെയ്തിട്ടില്ല. സോ ഈ സീസണിൽ ഇതുവരെ ഇല്ലാത്ത പോലെ ഈ സീസണിൽ 50ാമത്തെ ദിവസം അവരൊരു വെറൈറ്റി കൊണ്ടുവന്നത് അങ്ങനെ ഒരു മാലയിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ അത് നോക്കൂ,
ബിഗ് ബോസിന്റെ ഇതാരുടെയൊക്കെ ഈ എന്താ പറയാ വ്യക്തി താല്പര്യം അണിയറയിൽ നടക്കുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് ലാസ്റ്റ് ജാസ്മിൻ ഇന്നാകുന്ന സമയത്ത് ഗബ്രിയ പൂമാല കൊണ്ടുപോകുന്നു, ഇടുന്നു. കാരണം അവരുടെ മനസ്സിൽ അവർ പ്രണയം തുറന്നു പറഞ്ഞിരിക്കില്ലേ. എനിക്ക് തോന്നുന്നു അവർ പ്രണയം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ബിഗ് ബോസിന്റെ ടീമിന്റെ ആളുകൾ അവരുണ്ടാക്കിയ സ്ക്രിപ്റ്റാണ് ഈ ഒരു മാലയിടിയിൽ ചടങ്ങ്. അല്ലെങ്കിൽ എന്തുകൊണ്ടത് വേറെ ആരും പോയി ചെയ്തില്ല. ഗബ്രി പോകുന്നു, മാലയിടുന്നു, കെട്ടിപ്പിടിക്കുന്നു. പിന്നെ അവിടെ നടക്കുന്ന ആഹ്ലാദം നമ്മൾ എല്ലാവരും കണ്ടതാണല്ലോ. അത് നിങ്ങൾക്ക് ഒന്നുകൂടി വേണമെങ്കിൽ അത് ശ്രദ്ധിച്ച് കണ്ടു നോക്കൂ. ഇതിന്റെ ഒരു കുറവ് ഈ സീസണിൽ ഉണ്ടായിരുന്നു. ഈ ഓഡീഷനിൽ അവർ കണ്ടുമുട്ടുന്നു, അവർ ടീമാകുന്നു, സംസാരിക്കുന്നു, ബിഗ് ബോസ് വീട്ടിനകത്ത് വരുന്നു, അവരൊരു ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്നു, ജനങ്ങളെ കബളിപ്പിക്കുന്നു, എന്നിട്ടൊരു പ്രണയ നാടകം കളിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞും പ്രണയം അവർ തുറന്നു പറയുന്നു. പിന്നെ അവർ ഡ്രാമ കളിക്കുന്നു, അവരെന്തൊക്കെയോ അവർ കാണിച്ചു കൂട്ടി. അതൊരു ഫിനിഷിങ് എന്ന പോലെ ഇതെല്ലാം തികയ്ക്കുന്ന പോലെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് ഒരു മാലയിടിയിൽ ചടങ്ങ് കൂടി കൊടുത്ത് ഗബ്രി അങ്ങനെ ജാസ്മിനെ സ്വന്തമാക്കിയ രീതിയിലാണ് ഇപ്പൊ നമ്മൾ പ്രേക്ഷകരെ കാണുന്നത്. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് നിങ്ങൾ ഈ മൂക്കള ഫാൻസിന്റെ ആൾക്കാർ കുറെ കുരിപ്പൊട്ടിയിട്ട് നിങ്ങൾ ഒലിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതൊരു വൃത്തികെട്ട നിലവാരമില്ലാത്ത ഷോയാണ്. ഇതിലൂടെ എന്ത് മെസ്സേജാണ് പ്രേക്ഷകർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ ജാസ്മിൻ ഗബ്രിയുടെ റിലേഷൻഷിപ്പിൽ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? നിങ്ങൾ പെൺമക്കൾ ഇങ്ങനെയൊക്കെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന വീട്ടുകാരുണ്ടോ, അച്ഛനമ്മമാരുണ്ടോ? അല്ലെങ്കിൽ ഒരു സഹോദരി ഇങ്ങനെയൊക്കെ ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആങ്ങളമാരാരെങ്കിലും ഇത് പറയുമോ? ഇല്ലല്ലോ. ഇതുപോലെ ഒരു പെൺകുട്ടി ആയിരിക്കരുത് നമ്മുടെ വീട്ടിൽ വളരുന്ന നമ്മുടെ കുട്ടി, നമ്മുടെ സഹോദരി ഇങ്ങനെ ആകരുത്, നമ്മുടെ മകൾ ഇങ്ങനെ ആകരുത് എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളും സഹോദരങ്ങളല്ലേ ഉള്ളത്. അതേപോലെ തന്നെയല്ലേ ഇതുപോലെ നമ്മുടെ മകൻ ആകരുത്. ഇതുപോലെ പുറത്തുപോയി എവിടെ പോയി ജീവിക്കണമെങ്കിൽ, കുടുംബം വിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇതുപോലൊരു ബന്ധം പബ്ലിക്കിന് മുൻപിൽ എവിടെയും കാണിക്കരുത്. കാണിക്കുകയാണെങ്കിൽ അത് തുറന്നു പറയുക. ഇവർ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ തീർന്നു. അപ്പൊ തുറന്നു പറയാതെ കബളിപ്പിച്ചുകൊണ്ടിരുന്നതിനാണ് ഇത്രയും പ്രതിഷേധങ്ങൾ ഉള്ളത്. അത് തുറന്നു പറഞ്ഞ കാര്യം തീർന്നില്ലേ? അപ്പൊ അവരത് പറയുമില്ല, കബളിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ട് വേണം. അവിടെയാണ് ആ പ്രശ്നമുള്ളത്. വോട്ട് കൊടുക്കണം ജനങ്ങളെ, എന്നാൽ ജനങ്ങളെ ഇവർ പറ്റിക്കുക. സോ അപ്പോൾ ഇവരുടെ ഈ ഡ്രാമയ്ക്ക് ഒരു കുത്തിവെച്ച പോലെയാണ് ഒരു മാലയിടയിൽ ചടങ്ങ് കൊടുത്ത് ബിഗ് ബോസ് തന്നെ ആ ഒരു ദൗത്യം നിറവേറ്റിയിരിക്കുകയാണ്. ഇതോടെ ഇനി ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യരുത് എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സോ അവർ കൂളായിട്ട് അവർക്ക് എന്താണ്, അവർ ഇത്രയും കാണിച്ചവർക്ക് ഈ ഒരു മാലയിടലൊന്നും ഒരു ഇതുമല്ല. അതായത് മറ്റുള്ള കണ്ടസ്റ്റന്റുകളെ ചെയ്ത രീതിയിൽ ഇവർ ചെയ്ത പോലെ, പക്ഷെ അവരുടെ രണ്ടുപേരുടെ വ്യക്തികൾ എന്ന നിലയിൽ അല്ലെങ്കിൽ ഇത് ആർക്കൊക്കെയാണോ ആഗ്രഹിക്കുന്ന അവർക്ക് ഇതൊരു സംതൃപ്തി കിട്ടിയ പോലെയുമാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഗബ്രികൾ നീറ്റായിട്ട് മാലയിട്ട് ആ ഒരു ചടങ്ങ് കൂടി നടത്തിയിരിക്കണം. അതിനൊരു സൗകര്യം ബിഗ് ബോസ് ഒരുക്കി കൊടുത്തു. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് യോജിക്കാം, വിയോജിപ്പുണ്ടാകാം. എന്ത് തന്നെയാണെങ്കിൽ അത് താഴെ കമന്റ് ചെയ്തോളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.